ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോഴത്തെ രാവിലെ എന്ന് പറയുന്നത് തീരെ തിരക്ക് കുറഞ്ഞൊരു ദിവസങ്ങളാണ്. അതേപോലെ വൈകുന്നേരം അത്യാവശ്യം തിരക്ക് കൂടി ദിവസങ്ങളാണ് കേട്ടോ. ചിലത് ഞാനിപ്പോൾ കഴിഞ്ഞ ഈവനിങ് വ്ളോഗ് ഇട്ടത് അത്ര വലിയ തിരക്കുള്ള ഒരു ദിവസമല്ല ഷൂട്ട് ചെയ്തേക്കുന്നത്. പക്ഷേ രാത്രി അത്യാവശ്യം തിരക്കുള്ള ഒരു ദിവസമാണ്. ചില ദിവസം അലക്കലുണ്ടാവും, ചില ദിവസം അടിച്ചുവാരി അങ്ങനെ ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അത് രാവിലെ ചേട്ടൻ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എഴുന്നേറ്റ് മീൻ കട്ടൻ ചായ 2 ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പതുക്കെ അവിടെ ഇരുന്ന് കുടിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അത്ര റിലാക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ രാവിലെ. അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പൊക്കെ ഒന്ന് കുറഞ്ഞ്, ക്ഷീണം കുറഞ്ഞു, തലവേദന കുറഞ്ഞു, അങ്ങനെ കുറേ അസ്വസ്ഥതകൾ, ശാരീരികമായിട്ടുള്ള കുറേ വിഷമങ്ങളൊക്കെ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ റെസ്റ്റ് എടുത്തപ്പം. പിന്നെ ഇപ്പോൾ മഴയായപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു അവസ്ഥ ഇതാണ്. റീൽസിലൊക്കെ കാണാമല്ലേ, കുടകളായാലും ചെരുപ്പുകളായാലും മഴക്കോട്ടും തുണിയും ഒക്കെ ഞാൻ പിന്നെ അല്ലാതെ ഹാളിലിട്ടോ റൂമുകളിലൊക്കെ എല്ലാവരും കിടന്നുറങ്ങല്ലേ. സൗണ്ട് ഇത്തിരി പ്രത്യേകതയുണ്ട്. രാവിലെയാണ് സൗണ്ട് കൊടുക്കുന്നത്, രാത്രി ഉറക്കം വന്നിട്ട് പെട്ടെന്ന് കിടന്നു. എഡിറ്റിംഗ് തീർന്നിട്ടുണ്ടായിരുന്നു, സൗണ്ട് കൊടുക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല, അത്രയും ഉറക്കം വന്നിരുന്നു. അപ്പോൾ ഒന്ന് നമ്മുടെ പപ്പായ മരത്തുമെന്ന് മരം ഒന്നുമല്ല അല്ലേ, പപ്പായ ആദ്യത്തെ പൊട്ടിക്കലാണ് ഇന്നത്തെ ഒരു പരിപാടി കേട്ടോ. അപ്പോൾ ശ്രീകുട്ടനോട് സാമ്പാർ വയ്ക്കണോ പപ്പായ വയ്ക്കണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പപ്പായ എന്ന് പറഞ്ഞു. അതിൻ്റെ പപ്പായ, കപ്പളങ്ങ, കൊപ്പക്കായ അങ്ങനെ പലതും പറയൂ കേട്ടോ പലരും. അപ്പോൾ കൂട്ടുകാരെ ഭാഗത്ത് പറയുന്ന പേര് ഓമയ്ക്കാന്ന് അങ്ങനെ എന്തൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ. അപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞു. ഇതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട്, നാട്ടുമ്പുറത്തുകാർക്ക് ചക്കക്കുരു പപ്പായ എന്നൊക്കെ പറയുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കറിയാണ്. പക്ഷേ ഇവിടെ ഇവർ ടൗണിൽ ഇത്രയും വർഷം ജീവിച്ചതുകൊണ്ട് ഇതൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറികളാണ്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് ഇവിടെ വന്നപ്പോൾ എന്ന് പറയുന്നതായിരിക്കും ഇത് ശരി. അങ്ങനെ അതിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൂച്ചക്കൊട്ടന്മാർക്ക് ചോറ് കൊടുക്കാണ്ട് സൊയിലില്ല കേട്ടോ. അപ്പോൾ അവരോട് ഞാൻ മിണ്ടാണ്ടിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് മിണ്ടാണ്ട് അവിടെ ഇരിക്കുന്നുണ്ടെന്ന് മാത്രം, അകത്തേക്ക് കയറ്റാണ്ട് അങ്ങനെ ആ പടിവാതിക്കൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തലേദിവസത്തെ ചോറ് ബാലൻസ് ഉണ്ടായിരുന്നു, അത് തണുപ്പുണ്ടാവില്ല. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. വെള്ളം ഒഴിച്ചൊന്നിരുന്നാൽ അവരൊന്നും കഴിക്കില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുത്ത് പിന്നെ ഒരു നുള്ള് ചെമ്മീനെടുത്ത് ഒന്ന് പൊടിച്ച് അതിൻ്റെ കൂടെ ആക്കും കേട്ടോ. എന്താ വെച്ചാൽ അവർക്ക് വേറെ എന്തിനേക്കാളും അങ്ങനെ ആ ചെമ്മീൻ പൊടി കൊടുക്കുമ്പോഴാണ് അവർ ചോറുണ്ണണത്. അപ്പോൾ പിന്നെ ചേട്ടൻ ഹോൾസെയിലായിട്ട് കുറച്ച് വാങ്ങിച്ചു കൊണ്ട് തരും. ഓരോ നുള്ളെടുത്ത് ഇങ്ങനെ പൊടിച്ച് കൊടുക്കും കേട്ടോ. 2 നേരം അങ്ങനെയാണ് കൂടുതൽ ചെയ്യുക. വെളിച്ചെണ്ണ പറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവറ്റ കഴിക്കൊന്നുമില്ല. പിന്നെ നമ്മുടെ പപ്പായനെ റെഡിയാക്കി അരിയാനിരിക്കുകയാണ്. ഞാനങ്ങനെ കുറച്ച് നേരം അരിയാനി നിന്നപ്പോഴേക്കും ചേട്ടൻ വന്ന് ചേട്ടനും കൂടി ഹെൽപ്പ് ചെയ്തു കേട്ടോ. പിന്നെ അതിൽ കുരു ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല, തുമ്പത്ത് മാത്രം ഒരു ഇത്തിരി കുരു വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ശരിക്കും മൂക്കാത്തതുകൊണ്ടാണോ എന്തായാലും, മൂക്കാത്തതായാലും കുറേശ്ശെ കുരു ചെറിയതായിട്ട് വന്ന് നിൽക്കുന്നുണ്ടാവുമല്ലോ. ഇതങ്ങനെ തീരെ കുരു ഇല്ലാത്ത പോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് കിട്ടണം പപ്പായ കുരുകൾ അവിടെ ഇടുമ്പോൾ അതിൽ നിന്ന് മുളയ്ക്കുന്നതാണ് ഇതൊക്കെ. അല്ലാണ്ട് പ്രത്യേകിച്ച് നട്ടിട്ടൊന്നും മുളച്ച് കിട്ടി അങ്ങനെയൊന്നും അല്ല കേട്ടോ. അതും അങ്ങനെ അതിനെ അരിഞ്ഞ് ഞാൻ ആദ്യം ഒരു 1.5 പപ്പായ എടുത്താൽ മതി എന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ച് ഇവർക്കൊക്കെ കൊതി കൂടുതലല്ലേ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും 2 മുഴുവൻ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇത്തിരി മഞ്ഞപ്പൊടിയും ചതച്ച മുളകും കൂടിയൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ പപ്പായ അരിഞ്ഞിങ്ങാട്ട് കനം കുറച്ച് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ ഞാനത് അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്ന് കഴുകിട്ടോ. അതിൻ്റെ കാരണം നമ്മൾ അരിയുമ്പോൾ ആ പലകേര ചെറിയൊരു ഒരു മരത്തിൻ്റെ ഇത് വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും കഴുകി. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അതിൽ വെള്ളമുണ്ട്. പിന്നെ ഞാൻ ഒട്ടും വെള്ളം ഞാൻ ഒഴിച്ചില്ല. ചേട്ടൻ്റെ അവിടെ എന്തോ പരിപാടിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് രാവിലെയുള്ള പ്രധാനപ്പെട്ട പരിപാടി ഹോളൊന്ന് അടിച്ച് വാരുക, അതുപോലെ ഉമറൊന്ന് അടിച്ച് കഴുകുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. അതിന്ന് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല എന്നുവെച്ചപ്പോഴേക്കും തിരക്കായി. ഞാനത് കാരണം അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ദിവസം ഉൾപ്പെടുത്താം. ഇന്ന് ഞാൻ അത്ര ഇങ്ങോട്ട് പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ വാഴത്തോട്ടം ഈ ഒരു പരുവത്തിലായി കേട്ടോ. വെള്ളമൊക്കെ നിന്ന് തുടങ്ങി. പിന്നെ അതുപോലെ വാഴകൾ, ഓരോ കൂട്ടം വാഴകളും വെട്ടിയിട്ടൊന്നുമില്ല. അവർ വാഴക്കൊല വെട്ടി, പക്ഷെ ആ വാഴയൊന്ന് വെട്ടിക്കളയേ, വാഴക്കന്നുകൾ പറിച്ച് മാറ്റി, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അത് കാരണം ഇനിയൊരു വാഴ കൂട്ടത്തോട്ടമായി തുടങ്ങി. അങ്ങനെ പപ്പായതായി ഈ ഒരു പരുവായി. ഇനി ഞാൻ തുറന്ന് വെച്ചിട്ടാണ് വേവിക്കുന്നത്. ചേട്ടൻ സൂപ്പർ അടിപൊളി എന്നൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കുന്നുണ്ട്. ചില ദിവസം രാവിലെ ഒന്നും കഴിക്കില്ല. അപ്പോൾ ഇന്ന് എന്തായാലും കറി ഇഷ്ടപ്പെട്ടുകൊണ്ട് കഴിച്ചു. അപ്പോൾ ഞാൻ പപ്പായ വേഗം പാത്രത്തിലാക്കിയൊക്കെ കൊടുത്തു. തലേദിവസം ചക്കക്കുരു ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് അത് കൊണ്ടുപോകണമെന്ന് നിർബന്ധം പറഞ്ഞിട്ട് അത് ചൂടാക്കി കൊടുത്തു. പക്ഷെ അത് മാത്രമേ കൊണ്ടുപോയുള്ളൂ, പപ്പായ എടുക്കാനായിട്ട് മറന്നു.
എന്നിട്ട് പിന്നെ ഞാൻ വൈകുന്നേരം അതെടുത്ത് വെച്ച് ചൂടാക്കി വീണ്ടും അത് കൊടുക്കുകയാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ ചേട്ടൻ എന്താ ഒരുങ്ങി ഇന്നിത്തിരി നേരം വൈകിന്ന് പറഞ്ഞിരിക്കുന്നതൊക്കെ ചേട്ടൻ അങ്ങനെ വെറുതെ ഇരിക്കും കേട്ടോ. ചില നേരത്ത് അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ഉണ്ടാവും, പക്ഷേ ചില നേരത്ത് തട്ടിമുട്ടി അങ്ങോട്ട് നടക്കും വേഗം ഒരുങ്ങാണ്ട്. അപ്പം പിന്നെ ഇപ്പോൾ വണ്ടിയുള്ള കാരണം അത്ര ഒന്നും പേടിക്കാനൊന്നുമില്ല. ബസ്സിൽ കയറാൻ അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നും ഇല്ല. വണ്ടിയായി പിന്നെ ചേട്ടന് കുറേ സമാധാനമാണ്. സമാധാനമായിട്ടില്ല, ലൈസൻസ് അവന് വണ്ടി കൊണ്ട് പോകണം, അതാണ് അവൻ്റെ ഒരു സന്തോഷം. അപ്പം എന്തായാലും കുറച്ച് നാൾ അവന് കൊടുത്തു വിടണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം എന്തായാലും ചേട്ടൻ തന്നെയാണ് കേട്ടോ ബൈക്ക് കൊണ്ടുപോകണത്. അവൻ കൊണ്ടുപോകണമെന്നില്ല, രാവിലെ അവൻ ബസ്സിൽ പോകും, അവനെ കൊണ്ടുവരും കേട്ടോ. ചേട്ടനെ 7:30 കഴിയും, പക്ഷെ എന്നാലും പിന്നെ അവിടെ എവിടെയെങ്കിലുമൊക്കെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് 9 മണി വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. അങ്ങനെ നമ്മുടെ പപ്പായ കറി അടിപൊളി കേട്ടോ. ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് മെഴുക്ക് പട്ടിയായി തന്നെ ഉണ്ടാക്കിയപ്പോൾ സൂപ്പറാണ്. പിന്നെ നാളികേരം ചെരുകണ പോലെ ചെരുകി എന്താ പറയുക ക്യാബേജ് വെക്കണ പോലെയൊക്കെ വെക്കാം. നമ്മുടെ ആദ്യത്തിനാണ് മിക്ക ദിവസം എനിക്കും ശ്രീകുട്ടനുള്ള ചോറ് പകർത്തി തരണത്. കുട്ടിയൊക്കെ നന്നായിട്ട് വേണ്ടിയിട്ട് കണ്ടപ്പോൾ ഞാൻ പോകുന്ന നേരത്ത് കൊഞ്ചാനായിട്ട് കൊടുക്കാനായിട്ട് തിരക്കായതുകൊണ്ട് ഞാൻ അവനെ മൈൻഡ് ചെയ്യാണ്ട് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് മാത്രം പോയി. അങ്ങനെ അതാ ചെന്ന് ബസ് ഇറങ്ങി നമ്മുടെ മാരിമക്കോലിൻ്റെ അവിടെ തൃശ്ശൂർ ടണ റോഡ് എന്ന് പറയും കേട്ടോ. അവിടെയാണ് ഇന്ന് ബസ് നിർത്തി, ചിലപ്പോൾ മുനിസിപ്പലിൽ നിർത്തും. ഈ ബസ് വേറെയാണ് കിട്ടിയത്. പോണ വഴിക്ക് ഒരു ഓട്ടോ കിട്ടി നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ളത്. അപ്പം ഞാനത് അതിൽ കയറിയപ്പോൾ അതിൽ മുന്നത്തെ ബസ്സാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് കാരണം ഇത്തിരി ഓടാണ്ട് എത്തി. ഓടാറൊന്നുമില്ല, എന്നാലും ചിലപ്പോൾ ഇത്തിരി ടെൻഷൻ ഉണ്ടാവും. അങ്ങനെതാ നമ്മുടെ ഓഫീസിലെത്തി. അപ്പം ഞാൻ പോണ വഴിയിലുള്ള ചെടികളൊക്കെ ഒന്ന് പിടിച്ചതാണ് കേട്ടോ. ഇതാ ഇവിടെ വന്ന് ഓരോ കുട്ടികളൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ നടത്താറുണ്ട്. നമ്മുടെ ഓഫീസിൻ്റെ തൊട്ടുള്ള പൂക്കളാണത്. പിന്നെ ഇതാ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചേട്ടൻ്റെ വൈഫില്ലേ ആളൊരു ചക്ക തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ചക്ക പൊളി പിടിച്ചിട്ടുള്ളൂ കേട്ടോ, പഴുത്തിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് ചക്ക കൊതി മൂത്തപ്പോൾ എന്താ ചെയ്യുക, അത് അങ്ങോട്ട് എടുത്ത് മുറിച്ചു. അപ്പോൾ ആദ്യം പറഞ്ഞ് കുറച്ചും കൂടി പഴുക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നാലും കൊതി മൂത്തിട്ട് പറ്റാണ്ടായിട്ട് ഞാൻ അതിനെ മുറിച്ചെടുത്ത് ചുളയൊക്കെ പറിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തിനും ഞാനും കൂടി ആദ്യം തന്നെ അത് കഴിച്ചു. വേറെ ചോറ് ചൂടാക്കാനുള്ളത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എവിടെ ഇരുന്നു അതെന്തായാലും തിളച്ച് റെഡി ആകുമ്പോഴേക്കും നമ്മുടെ ചക്ക പരിപാടി കഴിയുമല്ലോ. അങ്ങനെ ചക്കേനെ റെഡിയാക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടം പുളി പിടിച്ച ചക്കയാണ് കേട്ടോ. ചെറുപ്പത്തിലെ മാമൻ്റെ ഓടിക്ക് പോകുമ്പോൾ അമ്മാമ്മ എന്നും ഓരോ ചക്ക ഇട്ട് വയ്ക്കും, എനിക്ക് പുളി പിടിച്ചത് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ. എന്നിട്ട് അവരൊക്കെ പഴുത്തത് കഴിക്കും, ഞാൻ ആ പുളി പിടിക്കുമ്പോൾ വെട്ടി കഴിക്കും. അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടാനായിട്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇട്ടിട്ടുണ്ട്. 63 കമൻറ്റ് വന്നു കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് 10 12 അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 20 ഒക്കെ കമൻറ്റ് ഇടാറുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം കമൻറ്റ് ഇട്ടവരുടെയൊക്കെ ഒന്ന് പേരൊക്കെ ഒന്ന് വായിക്കാം, അവർക്കൊന്ന് നേരിട്ട് റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനെന്ന് വെച്ചാൽ എന്നും ബസ്സിലിരുന്നിട്ടാണ് മിക്കവാറും കമൻറ്റ് റിപ്ലൈ കൊടുക്കുക. അപ്പോൾ പിന്നെ നമുക്കവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ മിക്കവാറും ഒരു ലവ് ഇട്ടിട്ട് പോണത് അതുകൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് ആരോട് ഇഷ്ടമില്ലാണ്ട് സ്നേഹിലെ കൂട്ടുകാരുള്ളതുകൊണ്ടല്ല എനിക്ക് ഈ വീഡിയോ ഇടാൻ പറ്റണത്. അപ്പോൾ ഈ കമൻറ്റിലൊക്കെ നോക്കിയിട്ട് നമ്മുടെ ജീനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടും റിപ്ലൈ കിട്ടിയിട്ടില്ല. മെസ്സേജ് ഇട്ടില്ല, ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും ഞാൻ വിചാരിച്ചു ഞാൻ കാണാണ്ടാവും കമൻറ്റ് ഇടണമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇതിലൊന്നും ജീനയുടെ കമൻറ്റില്ല. അപ്പം ഇനി വയ്യാണ്ടായിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഉറക്കം വന്നു തുടങ്ങിയിട്ടാണ്. 9 മണി കഴിഞ്ഞിട്ടുള്ളൂ, ശ്രീകുട്ടനും ചേട്ടനും എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനുള്ള റിപ്ലൈകൾ തരാമെന്ന്. കുറച്ച് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച ശ്രീകുട്ടൻ്റെ ഫോണിലോ ആദ്യത്തിൻ്റെ ഫോണിലോ ഒന്ന് നോക്കി വായിച്ച് വേഗം മറുപടി പറയാമെന്ന് വിചാരിച്ചത്. ശ്രീകുട്ടൻ്റെ ഫോൺ 2 ദിവസം മുന്നേ വീണ് ഡിസ്പ്ലേ പോയി. ആദ്യത്തിൻ്റെ ഫോൺ എന്തോ മിണ്ടണില്ല. ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ട്, ശരിയാക്കി ചേട്ടൻ വരുമ്പോഴൊക്കെ കൊണ്ടുവരുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തായാലും മുൻകൂട്ടി വിചാരിച്ചതല്ലേ, ഇടയ്ക്ക് അങ്ങോട്ട് നോക്കണ്ട കേട്ടോ. ആദ്യത്തെ അവിടെ ഉണ്ട്, അതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ വെറുതെ ലവ് ഇട്ടവരൊക്കെ ഞാൻ ഒന്ന് പേര് വായിച്ചിട്ട് പോവാം. പിന്നെ എന്താ പറയുക, പേര് ചിലപ്പോൾ ഞാൻ പറയണത് ശരിയാവണമെന്നില്ല. അപ്പോൾ ശ്രീകുട്ടനും ചേട്ടനും വന്നു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് സംസാരിക്കാം. ഞാനൊന്ന് പോയിട്ട് വരട്ടെ. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ച് പിള്ളേർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് വന്നു കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് സംസാരിക്കാം. പിന്നെ ഓരോ കമൻറ്റ് വായിക്കുന്നുണ്ട്. പേര് ഞാൻ പറഞ്ഞ പോലെ
എന്താ പറയുക, ചില പേരുകൾ എനിക്ക് അങ്ങോട്ട് വായിക്കാൻ പിന്നെ ആ മെയിൽ ഐ ഡി പോലെയൊക്കെ വരിക. അതിൻ്റെ ഒരു വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ബിന്ദു അനീഷ് ഒന്ന് മാറ്റി പിടിച്ചൂടെ, എന്നും ഒരേപോലെ എന്ന് പറഞ്ഞു. അതിന് 2 ലൈക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ദീപ സുനിലാന്ന് തോന്നുന്നു. ദീപ സുനിൽ എന്നും ഒരേ കാര്യമാകുമ്പോൾ എന്ത് കമൻറ്റാണ് ഇടുക എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് 8 ലൈക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റണതിൻ്റെ പരമാവധി ഞാൻ റെസിപ്പി ആയാലും അതേപോലെ ഔട്ട്ഡോർ വീഡിയോ ആയാലും ഒക്കെ ഞാൻ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈലല്ലേ ഞാൻ വീഡിയോ വെക്കണത്. പിന്നെ ഒന്നാമത്തെ പ്രശ്നം, ഞാൻ യൂട്യൂബ് എന്നുള്ളത് എൻ്റെ പ്രൊഫഷനാക്കിയിട്ടല്ല, പാഷനായിട്ടാണ് ചെയ്യുന്നത്. അത് വിചാരിച്ചിട്ട് അതിൽ നിന്ന് വരുമാനം കിട്ടണില്ല എന്നല്ല, ഇപ്പോൾ കുറവ് തന്നെയാണ്. എന്താ വെച്ചാൽ നമുക്ക് വ്യൂസും കുറവാണ്, പിന്നെ യൂട്യൂബും മൊത്തത്തിൽ പൈസയും കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ പൈസ കുറവൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. എനിക്ക് വീട് പണിത് കഴിഞ്ഞപ്പോഴൊക്കെ അത്യാവശ്യം നല്ലോണം സാലറി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന്. അപ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലാണ് ഇടുന്നത്. എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും സങ്കടങ്ങളൊന്നും ഞാൻ കൂട്ടുകാരോട് അങ്ങനെ ഷെയർ ചെയ്യാറ് പതിവില്ല. അതെന്തായാലും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഇപ്പോൾ എല്ലാതും അതത്ര നല്ലതല്ലെന്ന് എനിക്ക് തോന്നാറ് പതിവ് കേട്ടോ. പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം എന്നല്ലാണ്ട് എല്ലാ രഹസ്യങ്ങളും ഇത് വീട്ടിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സങ്കടങ്ങളുള്ളതും ഉണ്ടാവും, സന്തോഷങ്ങളുള്ളതും ഉണ്ടാവും. സന്തോഷം ആണ് ഞാൻ കൂടുതലും ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതുപോലെ എൻ്റെ ജോലികളും അതൊക്കെ തന്നെയാണ്. പിന്നെ എന്താ പറയുക, പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ഓരോ സ്ഥലത്തേക്ക് പോകാനും അത് ഷൂട്ട് ചെയ്തിടാനും എനിക്ക് ജോലിക്ക് പോകുമ്പോൾ അത്ര നമുക്കൊരു പ്രൈവറ്റായിട്ട് സ്ഥാപനത്തിൽ ജോലിക്ക് പോകുമ്പോൾ നമുക്കത്ര സാധിക്കില്ല. പിന്നെ നമ്മൾ ആ ജോലി നിർത്തിയിട്ട് ഇത് മാത്രമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ ക്ഷമിക്കുക, പറ്റുന്നവരൊക്കെ കണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യുക. നെഗറ്റീവായിട്ടൊന്നും ഞാൻ പറഞ്ഞതല്ല, ഞാൻ എൻ്റെ കാര്യങ്ങൾ കൂട്ടുകാരോടും പറയുന്നു, അത്രയേ ഉള്ളൂ. ഇനി അടുത്തതെന്ന് പറയണത്, പിന്നെ ഹായും ലവും ഒക്കെ ഇട്ടവരുടെ പേര് ഞാൻ കുറച്ച് ആദ്യം എഴുതിച്ചിട്ടുണ്ട് കേട്ടോ. ബേബി മിലൻ, പിന്നെ യൂസർ എന്നാണ് കാണുന്നത്, ചിലപ്പോൾ ആ മെയിൽ ഐ ഡിയിലൊക്കെ ആവും കേട്ടോ. സെൽമ ഹോം നേഴ്സ് എന്നൊക്കെയാണ് കാണിക്കണായിട്ട് അതിൽ. അപ്പോൾ അത് ഒറിജിനൽ പേരാവണമെന്നൊന്നുമില്ല. അപ്പോൾ അവരൊക്കെ ഹായ് ലവ് അങ്ങനെയൊക്കെ ഇട്ടവരുടെ പേരാണ് കേട്ടോ. ഇനിയും കുറേ വരുന്നുണ്ട്. പിന്നെ മിസ്രിയ എന്നാണെന്ന് തോന്നുന്നു പേര്. അപ്പോൾ മിസ്രിയ എന്നെ വിളിച്ചിട്ടൊക്കെ ഉണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഡിസ്ക് കംപ്ലൈൻ്റ് ആണ്, വീഡിയോ കാണാൻ തന്നെ പറ്റുന്നില്ല, റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരും അതുപോലെ തന്നെ നമ്മുടെ ഒരു കൂട്ടുകാരിയല്ലേ മിസ്രിയ, അപ്പോൾ പ്രാർത്ഥിക്കാം. അത്രയല്ല നമുക്കതിൽ പറയാനും ചെയ്യാനും പറ്റുള്ളൂ. പിന്നെ പ്രിയ കുഞ്ഞു ചീനിച്ചട്ടി ഏത് മെറ്റലാന്ന് ചോദിച്ചിട്ടുണ്ട്. അത് സ്റ്റീൽ തന്നെയാണ്. എൻ്റെ അമ്മയുണ്ടല്ലോ, അമ്മ വാങ്ങിച്ചിട്ട് അമ്മ കളഞ്ഞതാണ്, പെട്ടെന്ന് കത്തി പിടിക്കാമെന്ന് പറഞ്ഞിട്ട്. അമ്മ ഗ്യാസ് ഇങ്ങനെ നല്ല കൂട്ടി വെച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വെളിച്ചെണ്ണ എനിക്ക് തീ കത്തില്ല. പക്ഷെ ഇവിടെ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് ഉപയോഗിക്കുന്നുണ്ട്, അത്ര കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് കത്തി പിടിച്ചതിൻ്റെ ആ ഒരു കളർ മാറ്റം അതിനുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ വേറെ വാങ്ങിച്ചാലും ഇങ്ങനത്തെ തന്നെ. പിന്നെ ഇൻഡാലിയത്തിൽ ഞാൻ ചെറുത് മേടിച്ചു, പക്ഷെ അത് കുറേ ചൂടാവാൻ കുറേ ടൈം. ഇതാകുമ്പോൾ നമുക്ക് നല്ല സുഖമാണ് ഒരു മുട്ട പൊരിക്കാനോ പൂരി ഉണ്ടാക്കാനോ. പക്ഷെ ശ്രദ്ധിക്കണം, ചെരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പൂരി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ സ്റ്റീൽ തന്നെയാണ് കേട്ടോ അത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് അന്ന സ്ലീപ്പ് ഡോൾഫിൻ. അപ്പോൾ ഇവർ രണ്ടാളും ഹായ് ആണോ ലവ് ആണോ എന്നറിയില്ല, അങ്ങനെ എന്തോട്ടാണ്. അപ്പോൾ ഞാൻ കമൻറ്റ് ഇട്ടോരെ ഇപ്പം റിപ്ലൈ കൊടുക്കാത്ത എല്ലാവരുടെ പേരും ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗീതാകുമാരി ശ്രീകുട്ടൻ്റെ ജോലി ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് കറി സൂപ്പറാന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു 6 ലൈക്കും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടൻ്റെ ജോലിയെ പറ്റി ഞാനൊരു വീഡിയോ തന്നെ ചെയ്തതാണ്. ഇനി അടുത്തത് എൻട്രൻസ് എഴുതിയിട്ട് പി ജിക്കാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ എൻട്രൻസിന് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഇനി അടുത്ത ഫെബ്രുവരിക്ക് അങ്ങോട്ടായിട്ടൊക്കെ എൻട്രൻസ് എക്സാമുകൾ വരുള്ളൂ. അപ്പോൾ അതിന് മുന്നേ എന്തായാലും കുറച്ച് ടൈം അവനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പൈസയ്ക്കായാലും ബുദ്ധിമുട്ട്, പിന്നെ പൈസ കിട്ടിയാൽ നമുക്ക് ആവശ്യമൊക്കെ തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലിക്ക് കയറി. സീമാസിലാണ്, വലിയ ഭാരമൊന്നുമില്ല. പിന്നെ AC ആയതുകൊണ്ട് അവന് ഇഷ്ടമുണ്ട്. അവനൊരു കോളേജിൽ പോകണ ഫീല് തന്നെയുള്ളൂ, ലീവ് എടുക്കണമെന്ന് തോന്നണില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അവൻ ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും ഹാപ്പിയാണ് കേട്ടോ. ആദ്യം വേറൊരു ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു, അതത്ര ഇഷ്ടമായില്ല, സാലറിയും കുറവായിരുന്നു. ഇതെന്തായാലും അവൻ നല്ല സന്തോഷത്തിലാണ്. അതുകൊണ്ട് ഞാനും സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് പോയി കണ്ട് ഹെൽപ്പ് ചെയ്യാം. പിന്നെ അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു കമൻറ്റ് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പേര് ഹായ് ഉള്ളവരാണ്.
ഹായ് ലവ് കൂട്ടാ, ഹായ് അധികമില്ല, ലവ് എണ്ണല്ല എല്ലാവരും. അപ്പോൾ അവരെ പേരൊന്ന് ഓടിച്ച് വായിച്ചു പോവാം. ബീന ശ്രീ എന്ന് പറഞ്ഞ അപ്പുറത്തെ പേരുണ്ടാവും കേട്ടോ അതിൽ കാണുന്നത്. ഞങ്ങൾക്ക് പറയുന്നത് ജയശ്രീ സുരേഷ് ഇവരൊക്കെ സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്ന ആൾക്കാരാണ് കേട്ടോ. അനു ഗോൾഡ് ബോൾ എന്നാണ് കാണുന്നത്. മിന്ന, ജിനീഷ്, ജയശ്രീ ജീത, പിന്നെ ശ്യാമ, സുനിത, ബീഗം, സുകന്യ, സിയാൻ, സിമി, ഹരീഷ്, റിജു, ബിജി എബ്രഹാം, ജിഗേഷ്, സിയാന, സ്മിഷ സഞ്ജയൻ, മിന്ന, ഇത്രയും പേരെ ലവ് ഒക്കെ ഇട്ടുണ്ട് കേട്ടോ. അന്ന് ഓടിച്ച് പറഞ്ഞു എന്നുള്ള പക്ഷെ ഞാൻ Q&A ചെയ്യുമെന്ന് പറഞ്ഞിട്ടല്ലല്ലോ ഈ കമൻ്റ് ഇടാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ അതുകൊണ്ടായിരിക്കും അവരാന്ന് ചോദിക്കട്ടെ. ഞാനങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കമൻ്റ് ഇങ്ങനെ കണ്ടപ്പോൾ. പിന്നെ ആയിഷ പറയേണ്ട ഹായ് ഒന്നും പറയേണ്ട, ബോറടിക്കുന്ന. പിന്നെ ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഷോർട്ട് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ നമുക്കതൊരു ബർത്ത്ഡേ വിഷസൊക്കെ അറിയിക്കണമെങ്കിലും അങ്ങനത്തെയൊക്കെ വേണമെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ കുഞ്ഞുമക്കൾക്ക് ഒരു സന്തോഷമാവുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഷോർട്സ് ആയിട്ടൊക്കെ അങ്ങനത്തെ ചെയ്യാം. ഹായ് പറയേണ്ടവരെ ബർത്ത്ഡേ ഒക്കെ ആകുമ്പോൾ കേട്ടോ, വെറുതെ ഹായ് ഒക്കെ ഒന്നും പറയണ്ടല്ലോ. അപ്പോൾ മുന്നൊക്കെ ഹായ് പറഞ്ഞിട്ട് സന്തോഷമായി മക്കൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമുക്കിടാം. പിന്നെ ദീപ സുനിലിൻ്റെ ഞാൻ വായിച്ചില്ല എന്നോ ഒരു കാര്യമാകുമ്പോൾ, അപ്പോൾ അത് ഞാൻ വായിച്ചതല്ലേ. പിന്നെ ലീലാമണി ചേച്ചി ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നും വീഡിയോ കാണാറുണ്ട്, കമൻ്റ് ഇടാൻ നേരമില്ല. ആൾ കുറേ കമൻ്റ് ഇടാറൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ പേര് കാണാറുള്ള ആൾ തന്നെയാണ് സ്ഥിരമായിട്ട്. പിന്നെ നീന അനൂപ് ആദിത്യ അച്ഛൻ്റെ പോലെയാണെന്ന്. അപ്പോൾ അതിന് 1-2 ലൈക്കും വന്നിട്ടുണ്ട്. അത് കുറേ ആൾക്കാരൊക്കെ പറയാറുണ്ട്, ചേട്ടൻ്റെ ചെറുപ്പത്തിലേ പരിചയമുള്ളവരൊക്കെ. പിന്നെ ചിലവരൊക്കെ എൻ്റെ ആങ്ങളയുടെ ചായയെന്നും പറയുന്നുണ്ട് കേട്ടോ. വലുതാകുമ്പോൾ നമുക്ക് നോക്കാം ആരെ ചായയെന്ന്. എനിക്ക് 2 സ്വഭാവമുണ്ട്, അച്ഛൻ്റെ സ്വഭാവമുണ്ട്, മാമൻ്റെ സ്വഭാവമുണ്ട് കേട്ടോ. അവന് സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അതൊന്നും വലിയ കാര്യമായിട്ട് കമൻ്റ് എന്നൊന്നും പറയാനില്ല. പിന്നെ ബിന്ദു അമ്മ എവിടെയാണ്, 7 ലൈക്കുണ്ട്. അമ്മ എവിടെ പോയി ചോദിച്ചതിന് കേട്ടോ. പിന്നെ മിഡ് നൈറ്റ് ഡ്രീം എന്ന് പറഞ്ഞ ആൾ അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ ഒരു കറക്റ്റ് മറുപടി എന്ന് പറയുന്നത്. അതിനും 2 ലൈക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഒരു അംബിക എന്ന് പറഞ്ഞ ചേച്ചി സ്ഥിരമായിട്ട് എല്ലാ വീഡിയോയുടെ അടിയിൽ വന്നിട്ടും ഏറെക്കുറെ അമ്മ എവിടെയാണ്, അമ്മേനെ ജിഷ ഓടിപ്പിച്ചു ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ ഈ ഇത്ര നാൾ ഇവിടെ തന്നെയല്ല ഇരുന്നെ, 10-20 കാലം ഞങ്ങൾ ഒരുമിച്ച് തന്നെയല്ലേ ജീവിച്ചിരുന്നത്. അപ്പോൾ പിന്നെ ഇപ്പോൾ അമ്മയ്ക്ക് മോളോടിക്ക് പോകണമെന്ന് തോന്നിയിട്ടുണ്ടാവും, അച്ഛനില്ലാത്ത കാലം. അപ്പോൾ അതുകൊണ്ട് പോയി, ഇടയ്ക്ക് വരും, അത്രയേ ഉള്ളൂ. അച്ഛന് ശ്വാസം മുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ എങ്ങോട്ടും പോകാനൊന്നും പറ്റുമായിരുന്നില്ല. എപ്പോഴും ശ്വാസം മുട്ടലും ചൂട് പിടിക്കലും മാവ് പിടിക്കലും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ മോളോടെയും ചേട്ടൻ്റെ കൂടെയൊക്കെ മാറി മാറി നിൽക്കുന്നു. അതിലിപ്പം എനിക്ക് തോന്നുന്നത് അങ്ങനെ ചിലവർ ഈ ഒരു കമന്റ് എനിക്ക് തോന്നിയില്ല, ഒന്ന് ചൊറിയാൻ വേണ്ടിയിട്ട് ചെയ്യണ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഓരോരുത്തരുടെ മൈൻഡല്ലേ, സാരില്ല. പിന്നെ ഉദയശ്രീ വണ്ടിയുടെ ലൈമ് ബാക്കിൽ ഒരെണ്ണം വെക്കണമെന്ന്. അപ്പം അത് ശരി തന്നെയാണ്, പൂജാരി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ തെറ്റി, 2ഉം കൊണ്ട് ഫ്രണ്ടിൽ വെച്ച് ചേട്ടൻ ബാക്കിൽ വെക്കാൻ പറഞ്ഞപ്പോഴേക്കും തെറ്റിയിട്ടാണ്, അതുകൊണ്ടാണ്. പിന്നെ ശാരി എന്ന് പറഞ്ഞ ആൾ ഡാലിയനെ കണ്ട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡാലി ഒരു ജോലിക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ റീൽ ഏഞ്ചൽ എന്നാണോ എൻ്റെ പണ്ടത്തെ ഒരു വീഡിയോ, വിഷുവിന് ഇത് പറയുന്ന ഒരു വീഡിയോ ആയിരുന്നോണ്. അതിൽ നിന്നും ഇപ്പോൾ കുറേ മാറ്റങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്താണെന്നറിയോ, അതുവരെ ഞാൻ ജീവിതത്തിൽ എനിക്ക് വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. എന്താ വെച്ചാൽ അത്യാവശ്യം പണി ചേട്ടനുണ്ടായിരുന്നു, പിള്ളേർക്ക് വയ്യാണ്ടായാലും അതൊക്കെ മാനേജ് ചെയ്യാൻ ഏറെക്കുറെ ചേട്ടന് പറ്റുമായിരുന്നു. വലിയ അസുഖങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട് പണിതപ്പോഴാണ് കാശ് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും നമ്മൾ മാറിയത്. അത്രയും പൈസയും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ അവിടെ നിന്നൊക്കെ വാങ്ങിച്ച് അങ്ങനെ കുറേ കയറ്റി എങ്ങനെയെങ്കിലും നമ്മുടെ വീട്ടിൽ കയറിയാൽ മതി എന്നുള്ള രീതി. എന്നാൽ ഓവർ ലോണുകൾ എടുക്കാനും പറ്റില്ലല്ലോ, നിവൃത്തിയില്ല. നമുക്ക് ഗവൺമെൻറ് ജോലി അങ്ങനെ ഒന്നുമില്ല, 20 ലക്ഷം 30 ലക്ഷം ഒന്നും ലോൺ കിട്ടില്ല. പക്ഷെ അതൊന്നും നല്ല കാര്യമല്ല കേട്ടോ. 20 ലക്ഷവും 30 ലക്ഷം ലോൺ എടുക്കുന്നതൊന്നും ഒരിക്കലും നല്ല കാര്യമില്ല. ഏറ്റവും കുറച്ച് ലോൺ എടുക്കുക അത്രയും നല്ലത്. പിന്നെ വല്ല കുറി കൂടി അത് പകുതിയാകുമ്പോൾ വിളിക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ മതി. മണി മാനേജ്മെൻറ്റ് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചങ്ങനാശ്ശേരിയിൽ എന്നാന്നും പറഞ്ഞ് ഒരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു.
മുന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ എന്നെ വിളിച്ച സമയത്തുണ്ടല്ലോ, ജിഷയാണ് വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഭയങ്കര തിരക്കായിരുന്നു ഓഫീസിൽ. ആ തിരക്ക് സമയത്ത് ഞങ്ങൾ എന്തോ ഒരു പ്രശ്നം ഈ വെബിൽ എടുക്കാൻ പറ്റാണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ട് ഇങ്ങനെ HSM കോഡൊക്കെ പ്രശ്നമായിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുന്ന സമയത്താണ് ആൾ വിളിച്ചത്. ഓണറും ഉണ്ടായിരുന്നു. ഞങ്ങൾ 2-3 ആൾക്കാരിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന നേരത്തായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, മണി മാനേജ്മെൻറ്റ് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്യാം. നമ്മുടെ അനു കുറേ പ്രാവശ്യം പറഞ്ഞായിരുന്നു. അനു എല്ലാത്തിൻ്റെയും വീഡിയോയിൽ കമൻറ്റ് ഇടുന്നുണ്ട് കേട്ടോ. അനുവിൻ്റെ പേര് പ്രത്യേകം പറയേണ്ടതാണ്. നമ്മൾ വാട്സപ്പിൽ സ്ഥിരമായിട്ട് ചാറ്റ് ചെയ്യണ ഒരാളും കൂടിയാണ് അനു ഹരീഷ് കേട്ടോ. അപ്പോൾ മണി മാനേജ്മെൻറ്റ് വീഡിയോ ഞാൻ ചെയ്യാം. അതിന് കുറച്ചൊന്ന് തയ്യാറെടുപ്പ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇടണ്ടെന്ന് വെച്ചത്. ഇതിപ്പോൾ കുറേ ഉണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ സംസാരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ വേണമെന്നുള്ള ഭാഗം കാണുക, വേണ്ടാത്ത ഭാഗം കട്ട് ചെയ്യുക. അല്ലാണ്ട് അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് സംസാരിക്കേണ്ട പറ്റില്ലല്ലോ, അതാണ് കേട്ടോ. പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഈ മാറ്റം. നമ്മൾ ഓവർ സ്ട്രെസ് എന്ന് പറയുക അല്ലേ, അത്രയും നന്നായിട്ട് ഞാനത് മാനേജ് ചെയ്യാൻ അനുഭവിക്കുന്നുണ്ട് ഇപ്പോഴും. ഇനി ഒരു 6 മാസം കൂടി അത് അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ മാറ്റമാണ് എൻ്റെ മുഖത്ത്. അതൊക്കെ കഴിഞ്ഞാൽ ശരിയായിക്കോളുന്നേ. പിന്നെ ഒന്നും ഞാനൊരു കുറ്റമായിട്ട് പറയണതല്ല കേട്ടോ, അതിന് മറുപടി പറയണമെന്ന് മാത്രം. എൻ്റെ കൂട്ടുകാരോടല്ലേ എനിക്കത് പറയാൻ പറ്റുള്ളൂ. പിന്നെ അന്നാന്ന് പറഞ്ഞ കൂട്ടി പണ്ടത്തെ എൻ്റെ ഒരു ചക്ക ഉപ്പേരിയുടെ വീഡിയോ തോന്നുന്നു, വലിച്ചു നീട്ടി പറയില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായി കിട്ടാതെന്ന്. അപ്പോൾ അന്നൊക്കെ തുടക്കത്തിലുള്ള വീഡിയോസാണ് കേട്ടോ അത്. ഇപ്പോൾ ആ കുട്ടി ഈ വീഡിയോ കാണുമെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും ഞാനത് പറഞ്ഞെന്ന് മാത്രം. ഇപ്പോൾ മാറ്റം വന്നു എന്ന് ഞാൻ വിചാരിക്കണു. പിന്നെ ഫെബിൻ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവർ കോട്ടയംകാർ ചക്ക എരിശ്ശേരി വെക്കണതാണ് കേട്ടോ. വെളുത്തുള്ളിയും ജീരകവും നാളികേരമൊക്കെ അരച്ച് അങ്ങനെ ചെയ്യും. തൃശ്ശൂരും അതേ കറി തന്നെ വയ്ക്കും, നല്ല അടിപൊളിയാണ് കേട്ടോ. ഇവിടെ വയ്ക്കാറുണ്ട്. പക്ഷെ ചക്ക മെഴുക്ക് പുരട്ടിയും വയ്ക്കും, ചക്ക എരിശ്ശേരിയും വയ്ക്കും. അപ്പോൾ രണ്ടും ഇഷ്ടം തന്നെയാണ്. അപ്പോൾ അത് കുഴച്ചിലുള്ള ചക്കയാകുമ്പോൾ അങ്ങനെ വയ്ക്കും കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഏതിനാ നമ്മുടെ പുതിയ വീഡിയോയിൽ അനന്തപുരത്തേക്ക് പോയില്ലേ, അതിൽ എന്നെ കാണുന്നില്ല. പിന്നെ ഇപ്പോൾ കൂടുതൽ ഔട്ട്ഡോർ വീഡിയോ ആണല്ലോ, ക്ലീനിങ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ക്ലീനിങ് ഞാൻ 2 എണ്ണം അടുപ്പിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ക്ലീനിങ് ഇഷ്ടം പോലെ ഉണ്ടാവും നമ്മുടെ വീഡിയോയിൽ. കുറേ ഞാൻ പിടിക്കില്ല, എന്നാലും കുറേയൊക്കെ ഞാൻ പിടിക്കും. അങ്ങനെയാണ് കേട്ടോ. ഒഴിവുള്ള ദിവസമാണ് പിടിക്കാൻ പറ്റുക. നല്ല മഴ വരുന്നുണ്ട്. ഇതിൽ ശബ്ദത്തിന് പ്രത്യേകത ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം ലാസ്റ്റ്. അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് വീഡിയോ പിടിച്ചപ്പോഴേ ഞാൻ തന്നെയല്ലേ വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ എന്നെ പെടുത്താനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട് കമൻറ്റുകൾ. അപ്പോൾ ഇന്നൊന്ന് നേരിട്ട് കമൻറ്റിന് മറുപടി പറയാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം എനിക്ക് തോന്നുന്നുണ്ട്. കൂട്ടുകാരുടെ അഭിപ്രായം കൂടി പറഞ്ഞോളൂ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ചെറിയ ചെറിയ കമൻറ്റുകൾക്കൊക്കെ വീഡിയോയിൽ മറുപടി പറയാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബർത്ത്ഡേ വിഷസൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഷോർട്ട് വീഡിയോകളൊക്കെ ചെയ്യാം. കുഞ്ഞുങ്ങൾക്കൊരു സന്തോഷമാവും. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് നാളെ മണി മാനേജ്മെൻറ്റ് വീഡിയോ വരുമെന്ന് എനിക്കറിയില്ല, തിങ്കളാഴ്ച വരുമെന്ന് എനിക്കറിയില്ല. ഞാൻ അതിനു വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട്. എപ്പോഴും എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അനുഭവങ്ങളാണ് കേട്ടോ അതിലുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ കമൻറ്റും പോരട്ടെ. അപ്പോൾ ഓക്കെ.